എന്നെ ഒന്ന് ശ്രദ്ധിക്കാവോ? ആ നല്ല മുറിവുള്ള കൈകൊണ്ട് മീൻ വെട്ടിക്കഴുകി കനല് കൂട്ടി ചുട്ട് ഗ്രില്ല് ചെയ്തു. കൈ മുറിഞ്ഞിരുന്നപ്പോ മീൻ വെട്ടി എത്ര പേരുണ്ട് ഇവിടെ? നല്ല വേദനയായിരിക്കും. അത് സാധാരണ മുറിവാണോ? ആ കൈ മുറിഞ്ഞിട്ടിപ്പോ 3 ദിവസം കഴിയുന്നേ ഉള്ളൂ. ആ മുറിവുള്ള കൈ കൊണ്ട് തള്ളിപ്പറഞ്ഞവന് വേണ്ടി മീൻ കഴുകി വെട്ടി അതിങ്ങനെ ഗ്രില്ല് ചെയ്ത് നീ നിനക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോയത് ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ നിനക്ക് വേണ്ടി തിരക്കുന്നത് ഞാൻ നിനക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മീനെ പിടിക്കാനല്ലേ നീ പോയേ? എന്നെ കളഞ്ഞിട്ട് ഈ മീനെ പിടിക്കാനല്ലേ നീ പോയേ? എന്റെ പൊന്ന് സാറേ, നീ പോകണ്ട. നീ എന്റെ കൂടെ നില്ല്. നിനക്ക് വേണ്ടത് എന്റെ കയ്യിലുണ്ട്. നിനക്ക് വേണ്ടത് എന്റെ കയ്യിലുണ്ട്. ഇന്ന് പകൽ നിനക്കത് വിശ്വസിക്കാവോ? നിനക്ക് വേണ്ടത് അവന്റെ കയ്യിലുണ്ട്. നിന്റെ തലമുറയ്ക്ക് വേണ്ടത് അവന്റെ കയ്യിലുണ്ട്. കർത്താവിന് വേണ്ടി ജോലി വിട്ടിറങ്ങിയവർ, കർത്താവിന് വേണ്ടി സമയം കൊടുത്തവർ, കർത്താവിന് വേണ്ടി ഇറങ്ങിയവരോടാണ് ഈ ദൂത്. നീ നിനക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോയത് നിനക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ മീനെയൊക്കെ പിടിച്ച് സെറ്റായി വന്ന് ഇതിനെ എല്ലാം വെട്ടിക്കഴുകി ഇതിനെ കഴിക്കുമ്പോ നേരം കുറെ പോകൂടാ. സംഭവം ഇവിടെ റെഡിയാ. Stay in my presence. Yes. Stay in my presence. Yes. And relax it. Yes. I will provide everything for you. Amen. Jesus. Hallelujah. 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 അത് കർത്താവാണ് യോഹന്നാൻ പറഞ്ഞതും പത്രോസ് എടുത്ത് വെള്ളത്തിൽ ചാടി. വെള്ളത്തിന്റെ മേളിൽ കൂടെ നടക്കാനും വെള്ളത്തിൽ ചാടാനും എല്ലാം പുള്ളി ഒന്നാമൻ. വേദപുസ്തകത്തിൽ വെള്ളത്തിന്റെ മേളിൽ കൂടെ നടന്നാര്? പത്രോസ്. വേദപുസ്തകത്തിൽ വെള്ളത്തിൽ ചാടിയതാര്? ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം പീറ്റർ എങ്ങനെ മരിച്ചെന്ന്? റോമൻ ഗവൺമെന്റ് പത്രോസിനെ ക്രൂശിക്കാൻ വിധിക്കുമ്പോൾ പത്രോസിനോട് ചോദിച്ചു, നിനക്ക് എങ്ങനെ മരിക്കണമെന്ന്. അവൻ പറഞ്ഞു, എന്നെ ക്രൂശിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവരുടെ റോമാക്കാരുടെ ശിക്ഷാ നടപടിയാണല്ലോ കുരിശിക്കുക എന്നുള്ളത്. എന്നെ ക്രൂശിച്ചു കൊന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, എന്നെ കുരിശിക്കുമ്പോ എന്നെ തലകീഴായി കുരിശിക്കണമെന്ന് പറഞ്ഞു. റോമൻ ഗവൺമെന്റ് അവനോട് ചോദിക്കുകയാണ്, അതെന്താ നീ അങ്ങനെ പറഞ്ഞു, നിന്നെ തലകീഴായി കുരിശിക്കണമെന്ന്? ഞാൻ തള്ളിപ്പറഞ്ഞവന്റെ, എന്റെ പ്രാണപ്രിയന്റെ പാദം ചുംബിച്ച് എനിക്ക് മരിക്കണം. അവന്റെ പാദം ചുംബിച്ച് എനിക്ക് മരിക്കണം. യോഹന്നാനെ, മകനായ ശിമോനെ, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട് കർത്താവേ, ഉണ്ട് കർത്താവേ. വാക്കിന് പോലും വിലയില്ലാത്ത, ഓട്ടത്തിൽ പുറകിലായി പോയ, തള്ളിപ്പറഞ്ഞ, വെള്ളത്തിൽ ചാടിയ, ഈ കുഴപ്പങ്ങൾ മുഴുവൻ കാണിച്ചവൻ മാളിക മുറിക്കകത്തെ അഭിഷേകത്തിന്റെ അഗ്നിയിൽ ഒരു തീക്കട്ടയായി പുറത്തു വരികയാണ്. എന്നോട് കർത്താവ് പറയുന്നു, ഈ ഇടുക്കി പട്ടണത്തിനകത്തുനിന്ന് ആ നിലയിൽ ചില തീക്കട്ടകളെ ദൈവം അവൻ തീക്കട്ടയായി പുറത്തു വരികയാണ്. വാക്കിന് പോലും വിലയില്ലാത്തവന്റെ നിഴലിനകത്ത് പോലും ശക്തി വ്യാപരിക്കുകയാണ്.
നിഴലിനകത്ത് പോലും ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ സ്നാനേൽക്കുകയാണ്. തബീതെ ഉയർപ്പിക്കുകയാണ്. സുന്ദരം എന്ന ദേവാലയ ഗോപുര വാതിൽക്കലിരുന്ന മുടന്തനെ എഴുന്നേൽപ്പിച്ച് നടത്തുകയാണ്. കൊർന്നല്യോസിന്റെ വീട്ടിൽ നടന്ന പ്രസംഗത്തിൽ ജാതികളുടെ ഇടയിലേക്ക് ഭയങ്കര എൻട്രി ഉണ്ടാകുകയാണ്. അധികാരികളെ സ്നാനപ്പെടുത്തുകയാണ്. ഇതാ പത്രോസ് ഒരു ചരിത്രമായി തീരുകയാണ്. ഇന്ന് പകൽ നീ എവിടെങ്കിലും പുറകിലായി പോയെങ്കിൽ അവിടെ നിൽക്കരുത്. എല്ലാവരും എഴുന്നേറ്റോ, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുകയാണ്. The same day, another incident. The Gospel of John chapter 20 verse 19. Thank you Jesus. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. എന്നെ നോക്കിയേ. ഇന്ന് എനിക്കറിയാം, എൻ്റെ ആത്മാവിൽ എനിക്കത് അറിയാം. ഇന്ന് ഒത്തിരി വാതിലുകൾ തുറക്കുന്ന ദിവസമാണ്. ആരെനിക്ക് വേണ്ടി ഈ കല്ല് ഉരുട്ടി മാറ്റും, ഈ വിഷയത്തിൽ ആരെന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞ് ഈ പന്തലിൽ വന്നവരും ഈ ലൈവിൽ കാണുന്നവരും എഴുതി വെച്ചോ, അടുത്ത ദിവസങ്ങളിൽ ആ കല്ല് ഉരുണ്ട് മാറിയത് നീ കാണാൻ പോകുക. ഒത്തിരി സാക്ഷ്യങ്ങൾ ഉണ്ടാവും. ഒത്തിരി സാക്ഷ്യങ്ങൾ ഉണ്ടാകും. ഈ ഏപ്രിൽ മെയ് മാസം അത് തെളിയിക്കും. ഈ 2024 ഏപ്രിൽ മെയ് നിന്റെ മുമ്പിൽ തുറക്കുന്ന പ്രോസ്പെരിറ്റിയുടെ ഡോറ് ചെറുതായിരിക്കില്ല. ശുശ്രൂഷയുടെ വാതിൽ ചെറുതായിരിക്കില്ല. വിടുതലിന്റെ വാതിൽ ചെറുതായിരിക്കില്ല. Something is going unusual things. Manuel, Heben, Shijin, യേശു നടുവിൽ നിന്നിട്ട് അവരോടൊന്നും ചോദിക്കുന്നില്ല. ഹൗ ആർ യു ചോദിക്കുന്നില്ല. പീസ് ബി വിത്ത് യു. കാരണം യഹൂദന്മാരെ പേടിച്ച് ടെൻഷൻ അടിച്ച് വാതിലടച്ചിരിക്കുന്നവന് വേണ്ടത് ചിക്കൻ ബിരിയാണി അല്ല, സമാധാനമാണെന്ന് യേശുവിന് അറിയാം. അവന് വേണ്ടത് പുതിയൊരു ഷർട്ടല്ല, അവന് വേണ്ടത് ഡോളറല്ല, അവന് വേണ്ടത് സമാധാനമാണെന്ന് യേശുവിന് അറിയാവുന്നത് കൊണ്ട് ചോദിക്കാതെ ഇതങ്ങോട്ട് കൊടുക്കുകയാണ്. നിനക്ക് വേണ്ടത് എന്താണെന്ന് അവൻ അറിയാവുന്നത് കൊണ്ട് ചോദിക്കാതെ അവൻ നിനക്കത് തരികയാണ്. നിനക്ക് വേണ്ടത് എന്താണ് എന്ന് അവൻ അറിയാവുന്നത് കൊണ്ട് നീ ചോദിക്കാതെ ഇന്ന് പകൽ നിനക്കവൻ കൈമാറുക. ശിഷ്യന്മാര് പറഞ്ഞോ ഞങ്ങൾ സമാധാനം ഇല്ലാതെ ഇരിക്കുകയായിരുന്നെന്ന്? ശിഷ്യന്മാര് പറഞ്ഞോ ഞങ്ങൾ പേടിച്ചിരിക്കുകയായിരുന്നെന്ന്? ഒന്നുമില്ല. ജനല് തുറക്കാതെ, കതക് തുറക്കാതെ, ഓടിളക്കാതെ യേശു അകത്ത് വന്നു. അകത്ത് വന്നേ. ഇവിടെയും ഈ പേടിച്ചിരുന്നോണ്ടാണോ ഇമോഷണൽ ഫീലിലാണോ പറഞ്ഞെന്ന് അറിയത്തില്ല. അയ്യോ ഭൂതം 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 എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു ഭൂതത്തിന് എന്നെ പോലെ കൈയും കാലും ഒന്നുമില്ല. അത് കഴിഞ്ഞ വെള്ളിയാഴ്ച എല്ലാം ഓടിച്ചു കളഞ്ഞായിരുന്നു. ഞാൻ എൻ്റെ ഒരു ശൈലി പറഞ്ഞതേ ഉള്ളൂ. ദാറ്റ് ഈസ് സ്പിരിറ്റ്. അതൊരു സ്പിരിറ്റാ. ഉടനെ ഒരു പുള്ളിക്ക് തൊട്ടു നോക്കണം. തൊട്ടു നോക്കിയാലേ പുള്ളി കൺഫേം ചെയ്യുള്ളൂ. തൊട്ടു നോക്കിക്കോളാൻ പറഞ്ഞു. ഈ കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ ആത്മാവുള്ളവനെ കൃത്യമായിട്ട് കേരളത്തിൽ വിട്ടു.
പുള്ളിയാ കേരളത്തിൽ വന്നേ. തോമാസ് ലീഗ. കൃപയാൽ ആ ഇമ്പാർട്ടേഷൻ പലർക്കും ഉണ്ട്. സ്വോത്രം. തൊട്ട് നോക്കിക്കോളാൻ പറഞ്ഞു. നിന്റെ കൈ നീട്ടി വിലാപുറത്തിട്ടോളാൻ പറഞ്ഞു. എന്നിട്ട് കൂട്ടത്തിൽ ഒരു കാര്യം ഇവിടെ പറഞ്ഞു, അവിശ്വാസിയാകാതെ, വിശ്വാസിയായിരിക്കണം. അടുത്തിരിക്കാൻ നമ്മളോട് പറയാതെ, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കണം. നീ കൈയിട്ട് തൊട്ട് നോക്കിയതും തൊടാൻ പറഞ്ഞതൊക്കെ എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ അകത്ത് ഇപ്പോഴും വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണ്. അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക. എനിക്ക് തോന്നുന്നു തോമാസ് ലീഗ കേരളത്തിൽ വന്ന്, തമിഴ്നാട്ടിൽ വന്ന് ഇത് പ്രസംഗിച്ച് കാണും. എൻ്റെ നാഥൻ, എൻ്റെ ഗുരു എന്നോട് അങ്ങനെയാ പറഞ്ഞതെന്ന്. അത് ഞാൻ ഇവിടെ പറയുക, കട്ടപ്പനക്കാരെ, അവിശ്വാസിയാകാതെ വിശ്വാസിയാകാം. അവിശ്വസിച്ചാൽ നിനക്ക് നഷ്ടപ്പെടാൻ ഏറെയുണ്ട്, വിശ്വസിച്ചാൽ നിനക്ക് ലഭ്യമാകാനും ഏറെയുണ്ട്. യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരുന്ന കർത്താവ് അടുത്ത വാക്യത്തിൽ പറയുന്നു, ശിഷ്യന്മാർ അവനെ കണ്ട് സന്തോഷിച്ചു. യോഹന്നാൻ 20:20 വാക്യം. കർത്താവിനെ കണ്ടിട്ട് എല്ലാ ഭയവും പോയി, ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആങ്സൈറ്റിയും പോയി, ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ടെൻഷനും പോയി. ഓ, എത്ര ദിവസത്തിന് ശേഷമാണെന്നറിയാവോ ആ മുഖത്തൊരു ചിരി വിടരുന്നത്? എത്ര മണിക്കൂറുകൾക്ക് ശേഷമാണെന്നറിയാവോ? ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, നിങ്ങൾ സന്തോഷിക്കും. ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. നിങ്ങൾ സന്തോഷിക്കും. You are going to rejoice because Jesus is alive. He is alive. യേശു ജീവിക്കുന്നു. 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 മരണത്തിൽ കോരതര വിഷപ്പല്ലു